ഇന്നലെ നൈറ്റ് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അതിൽ 4 മാസ കുട്ടി മരിച്ച്. ഫസ്റ്റ് ഇൻഫർമേഷൻ ആ കുട്ടി കിണറ്റിൽ വിழுந்து മരിച്ചിന് കിട്ടി. സോ ഓബ്വിയസ് 4 മാസ കുട്ടി കുറച്ച് സസ്പീഷൻ ഉണ്ടാവും. ഇതേക്കുറിച്ച് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് ഇസ് ഗോയിങ് ഓൺ. ഇവിടെ ഡിസ്ട്രിക്ട് കണ്ണൂർ ജില്ലാ ആസ്പത്രിയിൽ ഇൻക്വസ്റ്റ് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് PMCക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ PMC നടക്കും. പിന്നെ സസ്പീഷൻ ക്ലാരിഫൈ ചെയ്യുക, ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിൻറ്റ്, പ്രത്യേകമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം, ഒരു SI എല്ലണ്ടോ തലമേൽ ഒരു ടീം റെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ സയൻറ്റിഫിക് ടീമും അവിടെ സീനുക്ക് ഇന്നും കുറേ നേരത്തിൽ എത്തും. അവർ സാമ്പിളിനെ കളക്ട് ചെയ്യും. പിന്നെ உங்களுக்கு മറ്റു വിഷയമെല്ലാം ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് വിൽ കം ഔട്ട്. നിലവിലെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റും പിന്നെ സയൻറ്റിഫിക് പിന്നെ PMC എല്ലാം കിട്ടുന്ന അതിലതും കോൺട്രഡിക്ഷൻ ഉണ്ടെന്നാ അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അതും പറയാൻ പറ്റും. കസ്റ്റഡി അല്ല, അവർ ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അൺനാച്ചുറൽ ഡെത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് കോൺട്രഡിക്ഷൻസ് ഇന്നും പെരിയ ലെവലിൽ കോൺട്രഡിക്ഷൻ വന്നിട്ടില്ല. അവർക്കൊരു പതട്ടം ഉണ്ടാവില്ല, കുറേ പാനിക്, അതെക്കുറിച്ച് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും. മറ്റപടി പെരിയ സംശയം ഇനി നമ്മ ആൻറ്റിമോർട്ടം ഡ്രോണിങ്ങാ അല്ല പോസ്റ്റ്മോർട്ടം ഡ്രോണിങ്ങാ அதை വെച്ച് தான் നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. സോ PMCയിൽ തെരി വരും. அந்த ആംഗിളിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന ആൾക്കാർ ഇവർ തമിഴ്നാട് സ്വദേശിയാണ്. താമസിക്കുന്ന ആൾക്കാർ മൈഗ്രൻ്റ് ലേബേഴ്സ്. സോ അവരുടെയും ഹൗസ് ഓണറുടെയും എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. അവരുടെ ഫോർമലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫാമിലിക്ക് ഡൗട്ടുണ്ട്. പോലീസ് എല്ലാവരും ഒന്നായി ട്രീറ്റ് ചെയ്യും. യാരും മേലെയും ബയാസല്ല. സോ അതൊരു ഇൻവെസ്റ്റിഗേഷനിൽ വെളി വരും. ഫാമിലിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ ഒരു ആ വീട്ടിൽ 5 പേർ താമസമാണ്. സോ ഒരു പെൺകുട്ടി പുറത്തിറങ്ങി യൂറിൻ കഴിച്ചിട്ട് പിന്നെ വരുമ്പോൾ പെൺകുട്ടിയെ കാണും. ഒരു 4 മാസ കുട്ടി കാണും. സോ അവർക്കും അത് മട്ടും അറിയും. സോ അതുപോലെ എല്ലാവരുടെയും അത് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിലതും കോൺട്രഡിക്ഷൻ ഉണ്ടാണ്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ നോക്കിയിട്ടുണ്ട്. കുഞ്ഞ് കടന്ന് അമ്മയ്ക്ക് അടുത്ത് കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് അറിയില്ല. അമ്മ ഉറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 10-12 വയസ്സ്, ഇന്നും കൃത്യമായിട്ട് അറിയില്ല. അത് മൂത്രം കഴിച്ചിട്ട് പിന്നെ വരുമ്പോൾ കുട്ടിയെ കാണുവാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ലേഡി ഓഫീസേഴ്സ് ഉണ്ട്. SI എല്ലണ്ടോ തലമിൽ ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അച്ഛനും ഉണ്ടായി. അച്ഛൻ, അമ്മ, കുട്ടി, ഇന്നും 2 കുട്ടിയുണ്ട്. അച്ഛനും ഉറങ്ങി. അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവർ ഉറങ്ങി. സെയിം ഒരു ചെറിയ ഹാളാണ്. ഒരു 2 റൂമുള്ള വീട്. എല്ലാവരും അവിടെ കിടക്കും. ഫാമിലി അന്ത മാതിരി അവർ റിലേറ്റീവ് ആരും അത് പറഞ്ഞിട്ടില്ല. അതുപോലെ ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മറ്റ ആൾക്കാരെയും ചോദിച്ചിട്ടുണ്ട്. ഇനി ക്ലോസ് റിലേറ്റീവ്സ് ഞങ്ങൾ ചോദിക്കും. അപ്പോൾ ഒരു കുട്ടി, ബട്ട് അവിടെ 2 മറ്റാളുടെ കുട്ടിയുണ്ട്. ഇവരുടെ റിലേറ്റീവ് ആണ്. ഈ കുഞ്ഞ് കിണറ്റിലുണ്ടെന്ന് കണ്ടത് ഈ ഇവരൊപ്പം ഉണ്ടായിരുന്ന 10 വയസ്സുള്ള കുട്ടിയാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണോ? അവിടെ താമസിക്കുന്ന ഒരാളാണ്. ഇവരല്ല. 10 വയസ്സില്ല, താമസിക്കുന്ന ഒരാൾ. സസ്പീഷൻ ഉണ്ട്. അൺനാച്ചുറൽ ഡെത്ത് ഇപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലെല്ലാം അത് കോൺട്രഡിക്ഷൻ ഉണ്ടാവണം. നമ്മൾ മർഡറായിട്ട് മാറ്റും. കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ടാണ്. ഇപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഹാഫ് ആൻ അവർ വൺസ് പ്രോഗ്രസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. കുറേ സമയമെടുക്കും. ഇന്ന് നമുക്ക് അറിയാം.